നമസ്കാരം. ഡിമെൻഷ്യ അഥവാ മറവി രോഗം സാധാരണയായി വളരെ പ്രായമായ ആളുകളെയാണ് ബാധിക്കാറുള്ളത്. പലപ്പോഴും വിദഗ്ധന്മാർ തന്നെ പറയുന്നത് 49-50 വയസ്സിന് ശേഷമായിരിക്കും സാധാരണയായി ഈ മറവി രോഗം ആളുകളെ പിടികൂടുക എന്നുള്ളതാണ്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നീട് ഇത് വലിയ തോതിലുള്ള ഒരു രോഗമായി മാറുകയും രോഗിയെ ശുശ്രൂഷിക്കുന്നവരൊക്കെ തന്നെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാവുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. കാരണം രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഓർമ്മ കാണില്ല, ആളുകളെ തിരിച്ചറിയാൻ കഴിയുകയില്ല. അവരെ പരിചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് മനസ്സിലാകാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു വീട്ടിലൊരു മറവി രോഗി ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടും ഒപ്പം രോഗിക്കും അത് വലിയ തോതിലുള്ള കഷ്ടപ്പാടുകളായിരിക്കും ഉണ്ടാക്കുക. എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഒരു കൗമാരക്കാരന് ഇപ്പോൾ മറവി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ചൈന ആയതുകൊണ്ട് തന്നെ ഈ രോഗിയുടെ പേരോ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. കാരണം അവിടെ എല്ലാം രഹസ്യമാണ്. ഇയാൾക്ക് 19 വയസ്സാണ് പ്രായം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നവരനുസരിച്ചാണെങ്കിൽ ഇയാൾക്ക് 17 വയസ്സ് മുതൽ തന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. പക്ഷേ ഇത് മറവി രോഗമാണ്, ഡിമെൻഷ്യയാണെന്ന് ആരും സംശയിച്ചിരുന്നതേയില്ല. കാരണം ഇയാൾ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾക്ക് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല സാധനങ്ങൾ എവിടെയാണ് വെച്ചതെന്നുള്ള ഓർക്കാൻ കഴിയുന്നില്ല. പ്രധാനമായി ഇയാളെ പഠനത്തെ ഇത് ഗുരുതരമായി തന്നെ ബാധിച്ചിരുന്നു. ഇയാളുടെ പഠനം പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. അതേ തുടർന്നാണ് ഇയാളുടെ വീട്ടുകാർ ചികിത്സയ്ക്കായി ഒരു ആശുപത്രി പ്രവേശിപ്പിച്ചത്. ആദ്യ പരിശോധനയിലൊക്കെ തന്നെ ഇയാൾക്ക് മറവി രോഗം ബാധിച്ചേ അവർക്കും തോന്നിയിരുന്നത്. സാധാരണ ഇത് നല്ല പ്രായമുള്ള ആളുകൾക്കാണല്ലോ മറവി രോഗം വരുന്നത്. പിന്നെ ഇയാളുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവർക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വിശദമായ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഇയാളുടെ ഓർമ്മശക്തിയുടെ 87% ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ഒരു ചെറിയ ശതമാനം ഓർമ്മ ശക്തി വെച്ചാണ് ഇയാൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നത്. ഇയാളെ കൊണ്ടുപോയി MRI സ്കാനിങ് നടത്തി നോക്കി. പക്ഷേ അതിലൊന്നും തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇയാളുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾക്ക് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ചൈനയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 21-കാരന് ഈ മറവി രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ എന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഈ 21-കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളെയും കടത്തി വെട്ടിക്കൊണ്ട് ഒരു 19-കാരന് മറവി രോഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും മറവി രോഗം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിതശൈലി, നമ്മൾ അമിതമായി ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ പുറകെ, കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെയൊക്കെ പുറകെ നടക്കുക, ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളുടെ മറവി രോഗത്തെ കൂടുതൽ ശക്തമാക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അതൊരു വെറും വിദ്യാർത്ഥി മാത്രമായിരുന്ന സാധാരണക്കാരനായ ഈ ചൈനക്കാരന് ഇതെങ്ങനെയാണ് മറവി രോഗം പിടികൂടിയത് എന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നതുമില്ല. മാത്രമല്ല മറവി രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഗവേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണ് എന്നുള്ളതാണ്. ഒരു ആവറേജ് കണക്കെടുക്കുമ്പോൾ ഈ രോഗം ബാധിച്ചതിൽ 58% പേർ സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതും എന്തുകൊണ്ടാണ്? അതിന് ജനിതക പ്രശ്നങ്ങളാണോ, ഏതെങ്കിലും ജീനുകളുടെ പ്രശ്നമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഗവേഷണം നടക്കുന്നതേ ഉള്ളൂ. പാർക്കിൻസൺ രോഗം പോലെയൊക്കെ തന്നെ ഇതിനും ഏതാണ്ട് ചികിത്സ കിട്ടാത്ത ഒരവസ്ഥയിലുള്ള ഒരു രോഗാവസ്ഥയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ 19-കാരൻ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് പലരും ഇപ്പോഴും ഉത്കണ്ഠയോടെ ചോദിക്കുന്നത്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇയാൾ ഇനി ശേഷിക്കുന്ന വർഷങ്ങൾ ഒരു മറവി രോഗിയായി മാറി കഴിഞ്ഞ സ്ഥിതിക്ക് ഇയാളുടെ വീട്ടുകാർ ഇയാൾ എങ്ങനെ ശുശ്രൂഷിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ ഉയരുന്നുണ്ട്. സാധാരണ നല്ല പ്രായമായ വ്യക്തികൾക്കാണ് മറവി രോഗം വരുന്നതെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അവർ മരിച്ചു പോകും. അങ്ങനെ അവർക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഈ രോഗികൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതാം. പക്ഷേ 19 ദിവസം മാത്രമുള്ള ഒരാൾ ഇനിയും ഒരുപാട് വർഷം അയാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ അൽഷിമേഴ്സൊക്കെ തന്നെ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ ഈ 50 വയസ്സിന് മുകളിലുള്ളവരാണ് ബാധിക്കുന്നത് എന്നാണ് പൊതുവേ നമ്മൾ കരുതിയിരുന്നത്. എങ്കിലും കുറഞ്ഞ പ്രായമുള്ളവരിലും ഇപ്പോൾ അത് സജീവമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിദ്യാർത്ഥികളും മറ്റും ഉണ്ടാകുന്ന പഠനത്തിലെ വൈകല്യം അല്ലെങ്കിൽ മറവി ഉണ്ടാകുന്നതൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ അവർക്ക് മറവി രോഗം വരും എന്നുള്ളതിൻ്റെ സൂചനയായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും ഒരു മറവി വന്നതുകൊണ്ട് മറവി രോഗം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. എങ്കിൽ പോലും അല്പം ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.